മണി മാജിക്കിലേക്ക് സ്വാഗതം. ഭാരതീയ സാമ്പത്തിക ക്രമത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കുറിച്ചുകൊണ്ടാണ് 2026 ഏപ്രിൽ 1 പിറന്നിരിക്കുന്നത്. സാധാരണക്കാരൻ്റെ കീശയെയും നിക്ഷേപശീലങ്ങളെയും അടിമുടി സ്വാധീനിക്കുന്ന ഒട്ടനവധി പരിഷ്കാരങ്ങളാണ് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ദശകങ്ങളായി നാം പിന്തുടർന്നു പോന്ന ആദായ നികുതി നിയമങ്ങൾ മുതൽ നിത്യജീവിതത്തിൻ്റെ ഭാഗമായ UPI ഇടപാടുകളിലും ട്രെയിൻ യാത്രകളിലും വരെ ഈ മാറ്റം പ്രതിഫലിക്കും. ഡിജിറ്റൽ സാമ്പത്തിക വ്യവസ്ഥയെ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനോടൊപ്പം തന്നെ നികുതി ശൃംഖല വിപുലീകരിക്കുക എന്ന ഇരട്ട ലക്ഷ്യമാണ് കേന്ദ്ര സർക്കാർ ഈ പരിഷ്കരണങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട ഈ സാമ്പത്തിക പരിണാമം കേവലം സാങ്കേതികമായ മാറ്റമല്ല, മറിച്ച് നമ്മുടെ സാമ്പത്തിക അച്ചടക്കത്തെ പരീക്ഷിക്കുന്ന പുതിയൊരു ഘട്ടത്തിൻ്റെ തുടക്കമാണ്. നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ നിയമ പരിഷ്കരണങ്ങളിലൊന്നാണ് ആദായ നികുതി മേഖലയിൽ സംഭവിച്ചിരിക്കുന്നത്. 1961 കാലഹരണപ്പെട്ട ആദായ നികുതി നിയമത്തിന് വിട നൽകിക്കൊണ്ട് ആദായ നികുതി നിയമം 2025 ഏപ്രിൽ 1 മുതൽ നിലവിൽ വന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം സാമ്പത്തിക വർഷം, അതായത് ഫിനാൻഷ്യൽ ഇയർ, അസസ്മെന്റ് വർഷം, അതായത് അസസ്മെന്റ് ഇയർ എന്നീ ആശയങ്ങളെ സംയോജിപ്പിച്ച് ടാക്സ് ഇയർ എന്ന ഒറ്റ നാമത്തിലേക്ക് മാറ്റിയതാണ്. ഇത് നികുതിദായകരുടെ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ സഹായിക്കും. ബിസിനസ്സുകാർക്കും പ്രൊഫഷണലുകൾക്കും തങ്ങളുടെ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുവാൻ ഓഗസ്റ്റ് 31 വരെ സമയം അനുവദിച്ചിരിക്കുന്നത് ആശ്വാസകരമാണ്. വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക്, അതായത് HRA ക്ലെയിം ചെയ്യുന്ന കാര്യത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. ഇനി മുതൽ വീട്ടുടമസ്ഥൻ്റെ പാൻ വിവരങ്ങൾ നൽകിയാൽ മാത്രമേ നികുതി ഇളവ് ലഭിക്കുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് ബംഗളൂരു, ഹൈദരാബാദ്, പൂനെ തുടങ്ങിയ നഗരങ്ങളിൽ ജോലിക്കായി കുടിയേറിയ മലയാളി യുവാക്കൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു മാറ്റം. ഈ നഗരങ്ങളെയും ഇനി മുതൽ 50% HRA ഇളവുകളുള്ള മെട്രോ നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നതാണ്. അതോടൊപ്പം ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണ കൂപ്പണുകളുടെ നികുതിരഹിത പരിധി പ്രതിദിനം 200 രൂപയാക്കി വർദ്ധിപ്പിച്ചത് ജീവനക്കാരുടെ മാസ വരുമാനത്തിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ബാങ്കിംഗ് മേഖലയിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കുന്ന കാഴ്ചയാണ് ഡിജിറ്റൽ ഇടപാടുകളിൽ നാം കാണുന്നത്. UPI വഴിയോ കാർഡുകൾ വഴിയോ നടത്തുന്ന ഓരോ ഇടപാടിനും ഇനി മുതൽ പാസ്വേഡ് അല്ലെങ്കിൽ ബയോമെട്രിക് ഉപയോഗിച്ചിട്ടുള്ള 2 ഫാക്ടർ ഓതന്റിക്കേഷൻ നിർബന്ധമാണ്. സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത് അനിവാര്യമായ ഒരു നീക്കമാണ്. എന്നാൽ പണം പിൻവലിക്കുന്ന കാര്യത്തിൽ സാധാരണക്കാർക്ക് ചില അധിക ബാധ്യതകൾ വരുന്നുണ്ട്. UPI വഴി ATMകളിൽ നിന്നും പണം പിൻവലിക്കുന്നത്, അതായത് കാർഡ്ലെസ് ക്യാഷ് വിഡ്രോവൽ, ഇപ്പോൾ വൻ പ്രചാരം നേടിയിട്ടുണ്ട്. എന്നാൽ ഈ ഇടപാടുകളെയും മാസത്തിലുള്ള സൗജന്യ ATM പരിധിയിൽ ബാങ്കുകൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ അക്കൗണ്ടിൽ പണമില്ലാതെ ATM ഇടപാട് പരാജയപ്പെട്ടാൽ ഈടാക്കുന്ന പിഴശിക്ഷയും ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ഓരോ തവണയും ATMൽ പോകുന്നതിന് മുമ്പ് അക്കൗണ്ട് ബാലൻസ് പരിശോധിക്കുക എന്നത് ഇനി മുതൽ നിർബന്ധമായ ഒരു ശീലമായി മാറ്റേണ്ടി വരും. യാത്രാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്ന റീഫണ്ട് നിയമങ്ങളിലെ മാറ്റം യാത്രക്കാരെ ഒരേപോലെ ആശങ്കപ്പെടുത്തുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മുൻപ് ട്രെയിൻ പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് വരെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്താൽ റീഫണ്ട് ലഭിക്കുമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം ഇത് 8 മണിക്കൂറായി വർദ്ധിപ്പിച്ചു. വൈകി തീരുമാനമെടുക്കുന്നവർക്ക് ഇത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. 8 മുതൽ 24 മണിക്കൂർ മുമ്പ് വരെ ടിക്കറ്റ് റദ്ദാക്കിയാൽ തുകയുടെ 50%, 24 മുതൽ 72 മണിക്കൂർ വരെയുള്ള കാലയളവിൽ 25%മാണ് നഷ്ടമാകുക. ട്രെയിൻ പുറപ്പെടുന്നതിന് തൊട്ടടുത്തുള്ള സമയങ്ങളിൽ സീറ്റുകൾ പാഴാക്കുന്നത് ഒഴിവാക്കാനാണ് റെയിൽവേ ഈ കർശന നിലപാട് സ്വീകരിക്കുന്നത്. അവസാന നിമിഷം യാത്രകൾ മാറ്റിവെക്കുന്നവർക്ക് ഇത് കനത്ത തിരിച്ചടിയാകും. അതുപോലെ തന്നെ റോഡ് യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഫാസ്ടാഗ് നിരക്കിലെ വർധനവാണ്. വാർഷിക പാസ് നിരക്ക് 3075 രൂപയായി ഉയർത്തിയത് ദീർഘദൂര യാത്രക്കാരെയും ചരക്ക് കടത്ത് മേഖലയെയും ബാധിക്കും. പാൻ കാർഡ് സംബന്ധിച്ച നിയമങ്ങളിലും വലിയ മാറ്റങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി മുതൽ ആധാർ കാർഡ് ഉപയോഗിച്ച് മാത്രം ലളിതമായി പാൻ കാർഡ് എടുക്കാനാവില്ല. പുതിയ ഫോമുകളും അനുബന്ധ രേഖകളും നിർബന്ധിതമാക്കിയിട്ടുണ്ട്. വൻകിട ഇടപാടുകൾ നടത്തുന്നവർക്ക് പാൻ കാർഡ് ഇല്ലാതെ മുന്നോട്ട് പോകാനും ആവില്ല എന്നതാണ് വസ്തുത. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബാങ്ക് നിക്ഷേപങ്ങൾക്കും 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള വാഹനങ്ങൾ വാങ്ങുന്നതിനും 20 ലക്ഷത്തിന് മുകളിലുള്ള വസ്തു ഇടപാടുകൾക്കും പാൻ കാർഡ് നിർബന്ധമാണ്. ഇത് കള്ളപ്പണ ഇടപാടുകൾ തടയാനും നികുതി വെട്ടിപ്പ് കുറയ്ക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. പാൻ കാർഡും ആധാറും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ ഒരു ഐഡന്റിറ്റിയേക്കാൾ ഉപരിയായി ഒരു സാമ്പത്തിക ജാതകമായി മാറിയിരിക്കുകയാണ്. ഓരോ വലിയ വാങ്ങലിനും സർക്കാർ കണ്ണ് നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ബോധ്യം ഓരോ പൗരനിലും ഉണ്ടാകണം.
ഓഹരി വിപണിയിലെ ഊഹക്കച്ചവടങ്ങൾ കുറയ്ക്കാനും സ്ഥിര നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കാനും ലക്ഷ്യമിട്ട് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ട്രേഡിംഗിനുള്ള നികുതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓഹരികളുടെ ബൈബാക്ക് ഇനി മുതൽ ഡിവിഡൻഡിന് സമാനമായി ക്യാപിറ്റൽ ഗെയിൻസായി കണക്കാക്കി നികുതി ഈടാക്കുന്നത് നിക്ഷേപകർക്ക് തിരിച്ചടിയാണ്. എന്നാൽ വിദേശ യാത്രകൾക്കും വിദേശ പഠനത്തിനുമായി പണം അയക്കുന്നവർക്ക് TDS നിരക്ക് 2% കുറച്ചത് വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന മലയാളികളായ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഇത് വലിയ സാമ്പത്തിക ലാഭം നൽകും. വിനോദയാത്രകൾക്കും ഇത് ഗുണകരമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പുതിയ സാമ്പത്തിക വർഷം നമ്മെ പഠിപ്പിക്കുന്നത് കൃത്യമായ പ്ലാനിങ്ങിൻ്റെയും ഡിജിറ്റൽ സാക്ഷരതയുടെയും പ്രാധാന്യമാണ്. പണം ചിലവാക്കുന്നതിലും പിൻവലിക്കുന്നതിലും സുരക്ഷിതമാക്കുന്നതിലും നാം കാണിക്കുന്ന ഓരോ അശ്രദ്ധയും ഇനി മുതൽ പിഴയായോ അധിക നികുതിയായോ നമ്മെ തേടിയെത്തും. നിയമങ്ങൾ ലളിതമാക്കാൻ ശ്രമിക്കുമ്പോഴും അവ കൂടുതൽ കർശനമാക്കി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഈ മാറ്റങ്ങളെ വെല്ലുവിളിയായി കാണുന്നതിന് പകരം പുതിയ സാമ്പത്തിക ക്രമത്തിലേക്കുള്ള ചുവടുവെപ്പായി കണ്ട് മാറാൻ നാം തയ്യാറാകണം. നിങ്ങളുടെ ഓരോ രൂപയ്ക്കും പിന്നിൽ ഇപ്പോൾ ഒരു നിയമമുണ്ട്. ആ നിയമം അറിഞ്ഞു പ്രവർത്തിക്കുക എന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുടെ താക്കോലാണ്. പണം കൈകാര്യം ചെയ്യുന്ന രീതികളിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വലിയൊരു സാമ്പത്തിക അച്ചടക്കത്തിലേക്ക് നമ്മെ നയിക്കും. ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് ജാഗ്രതയോടെ നമുക്ക് ചുവടുവയ്ക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.